ഹായ് ഗൈസ്, ഇന്ന് ഒരു ഫുഡ് ഐഡിയ ഒന്നല്ല കേട്ടാ. ഇന്നൊരു വ്ളോഗാണ്, ഒരു ഹോം ടൂർ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് മുസ്തഫ എന്ന് പരിചയപ്പെടാം. ഈ ഒരു ഹോമിന്റെ ഒരു ഓണറാണ്. അപ്പോ നമ്മള് ഗെയിമിന്റെ ഒരു ആശാനം കൂടിയാണ്. ഇപ്പൊ മുസ്തഫ നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒരുപാട് സംസാരിക്കാനുണ്ട്. അതിന് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഓക്കെ, താങ്ക് യു. ഹായ്, ഞാൻ മുസ്തഫ ചേനോത്ത്. ഞാൻ ഒമാനിലാണ്. എൻ്റെ ബിസിനസ് ഓൾ ഓവർ GCC എല്ലാ രാജ്യങ്ങളിലും റീറ്റെയിൽ, ഗെയിമിംഗ് ഫീൽഡ് പ്ലസ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ബിസിനസ്സുകളാണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ ഇതിപ്പം തില്ലങ്കേരി കാവുമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണുള്ളത്. ഇതെൻ്റെ വൈഫ് റംല. മോള് 4 മക്കളാണ് നമുക്ക്. പിന്നെ മൂന്നാമത്തെ മോളാണ് റിഫ, പാത്തുമത്ത് റിഫ എന്ന പേര്. പാത്തുന്ന് നമ്മൾ വിളിക്കും. പിന്നെ ഇനിയുള്ളത് ഒരു മോനാണ്, മകന് താഴെയുണ്ട്. ഉറങ്ങുകയാണെന്നാ തോന്നുന്നത്. ഞാന് പിന്നെ ഈ ഗെയിമിംഗ് റീറ്റെയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 14 വർഷമായി. 14 വർഷം ഈ റീറ്റെയിൽ. അന്ന് ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇതിൽ കടന്നു വന്നിട്ടില്ല. ഇപ്പൊ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും GCCയിൽ ഇപ്പോ പിന്നെ ഗെയിമർ സോണിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ 1-2 വിദേശ കമ്പനികളല്ലാതെ ഈ മലബാർ, അതായത് മൽന്യൂസ് കമ്പനികളൊന്നും ഇപ്പോ ഈ ഒരു ഫീൽഡിൽ അങ്ങനെ കടന്നു വരാത്ത ഒരു ഫീൽഡിലാണ് ഞാൻ ഈ 10-14 വർഷം മുമ്പേ വന്നിട്ടുള്ളത്. ഇപ്പൊ മാഷാ അല്ലാ വലിയ മോശമില്ലാതെ ഓൾ ഓവർ GCCയിൽ എല്ലാവരുടെയും നമ്മൾക്ക് പിന്നെ ലീഡിങ് മാളുകളിലും അതേപോലെ പോഷ് ഏരിയകളിലൊക്കെ ആയിട്ട് 10-25ഓളം ഷോറൂം നമുക്കിപ്പോ ഗെയിമർ സോണിന് റീറ്റെയിൽ ഷോപ്സ് മാത്രമുണ്ട്. ഗെയിമർ സോണിന്റെ ഫസ്റ്റ് ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തത് ഒമാനില് മസ്കറ്റില് അൽഹേലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അൽഹേലി നെസ്റ്റോടെ ഒരു മാളുണ്ട്. അതിനകത്താണ് ഫസ്റ്റ് നമ്മൾ റീറ്റെയിൽ ഷോപ്പ് ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ നമ്മളത് ഡെവലപ്പ് ചെയ്ത് 2-3 വർഷം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു എയിം ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര ഷോപ്പ് അതായത് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന മാസങ്ങളിൽ പിന്നെ ഒരു 6 മാസത്തിൽ ഇത്ര ഷോപ്പ്, അല്ലെങ്കിൽ 1 ഇയറിൽ ഇത്ര ഷോപ്പ് എന്നുള്ളത് നമ്മൾ കൊടുത്തു. അത് അൽഹംദുലില്ലാ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ പറഞ്ഞ ഡേറ്റിലും മുന്നേ നമുക്ക് പിന്നെ നമ്മളെ എന്താണോ ഇത്ര പിന്നെ ടോട്ടൽ നമ്മൾ വെച്ച ഷോപ്പിനാക്കാണ് കൂടുതൽ ആ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമുക്ക് തുറക്കാൻ പറ്റി. അപ്പൊ ആ ഒരു പിന്നെ തുറന്ന എല്ലാ ഷോപ്പും വലിയ പിന്നെ മോശമില്ലാതെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തപ്പോൾ നമ്മുടെ കൂടെ വെറും ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള ടീം മൊത്തമായിട്ട് വളരെ വളരെ എല്ലാവരും ഇപ്പം കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, മാനേജ്മെന്റിലെ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമ്മള് GCCയിൽ എല്ലാ രാജ്യങ്ങളിലും ഷോപ്പ്, അതായത് നമ്മൾ സാധനങ്ങളെല്ലാ രാജ്യങ്ങളിലും വിൽക്കുന്നുണ്ട്. റീറ്റെയിൽ ഷോപ്പ് തന്നെ 10-25ഓളം ഷോപ്പ് ലീഡിങ് മാളുകളിലെല്ലാം നമ്മൾ അത്യാവശ്യമുണ്ട്. ഇപ്പൊ മാൾ ഓഫ് ഖത്തറിൽ ബോളിവാർഡ് മാള്, മസ്കറ്റ് ഗ്രാൻഡ് മാള്, ലുലു അവന്യൂ മാള്, അതേപോലെ അൽബർഷ മാള്, സിറ്റി പാർക്ക് മാള് ദുബായ്, അങ്ങനെ പിന്നെ അത്യാവശ്യം ലീഡിങ് മാളുകളെല്ലാം നമ്മുടെ ഈ ഗെയിമർ സോണ് ഇപ്പൊ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു 1-2 വർഷത്തിനുള്ളിൽ GCC മാത്രമല്ലാതെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കൂടി നമ്മുടെ ഈ ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലുള്ളത്. ഏതെങ്കിലും നല്ല മെട്രോ ടൗണുകളിൽ, ഈവൻ ബാംഗ്ലൂരോ ഡൽഹിയോ അല്ലെങ്കിൽ ഹൈദരാബാദ് ഇതേപോലെയുള്ള മെട്രോ സിറ്റിയിൽ നമുക്ക് ഇതിന്റെ അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ല ഫ്യൂച്ചറിൽ 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ അതിലേക്ക് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ട്. ഇൻഷാല്ല നമ്മളതിൽ എത്തുക തന്നെ ചെയ്യും. പിന്നെ അതല്ലാതെ ഇതിന്റെ ഒരു ഓഫീസ് നമ്മൾ UK പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രിക്വയർമെന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടുന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിൽ. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ടീം തന്നെ ഇതിനു വേണ്ടിയിട്ട് ചൈനയിലൊക്കെ പിന്നെ നമുക്ക് ചെറിയ ഓഫീസും കാര്യങ്ങളും സപ്പോർട്ടായിട്ട് പിന്നെ നമ്മൾ ചൈനയിലും കൂടി ഗുവാൻസോയില് നമ്മൾ ഓൾറെഡി ചെറിയൊരു ഓഫീസ് സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുസ്തഫ, അപ്പൊ ഈ ഗെയിമിങ്ങിന്റെ അല്ലാണ്ട് വേറെ എന്തൊക്കെയാ ബിസിനസ് ആയിട്ട് പരമായിട്ടുള്ളത്? അജു, പിന്നെ ബിസിനസ് നമ്മൾ തുടക്കം ഗെയിമിംഗ് ആണ് എന്നെങ്കിലും കൂടി അതിനുശേഷം നമുക്ക് പിന്നെ ഹോസ്പിറ്റൽ ഉണ്ട്, പോളിക്ലിനിക് ഉണ്ട്, പിന്നെ അതേപോലെ ഫാർമസി ഉണ്ട്, പിന്നെ 1-2 സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. പിന്നെ അതല്ലാതെ വൺ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനി, മീൻസ് നമ്മളെ കാറ്ററേജ് പ്രിന്റിംഗ് സൊല്യൂഷൻസ് ഒരു ബിസിനസ്. എനിക്ക് റിയാദ് അൽമലാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ഷോറൂം ഉള്ളത്. അത്യാവശ്യം പിന്നെ
നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മള് പുറത്തുള്ള ആൾക്കാരും. അത് ഇവിടെ തന്നെയാണോ, കേരളത്തിലാണോ അല്ലെങ്കിൽ സൗദി റിയാദ് മലാസ് എന്ന് പറഞ്ഞിടത്താണ് എന്റെ ഷോറൂമും കാര്യങ്ങളത്. ഇൻഷാല്ലാ അത് ഇനി അത് ഡെവലപ്പ് ചെയ്യണം, അടുത്ത കൺട്രിയിലും കൂടി കൊണ്ടുപോകണം എന്നുള്ളതുണ്ട്. ഇൻഷാല്ലാ ഒമാനില് പിന്നെ അടുത്ത് തന്നെ ഉണ്ടാവും പരിപാടികളുണ്ട്. പിന്നെ അതേപോലെ ഇൻഷാല്ലാ ഇനി കാര്യങ്ങൾ നമ്മളിങ്ങനെ മെയിൻ ആയിട്ട് ഇപ്പോ എവിടെ പുറം കൺട്രീസ് ഗൾഫിലാണെങ്കിൽ ഇപ്പൊ മെയിൻ ആയിട്ട് എവിടെയായിട്ട് ബിസിനസ് വരുന്നത്? നമ്മള് താമസിക്കുന്നത് ഒമാനിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഷോറൂം ഉള്ളത് ഖത്തറിലാണ്. ഖത്തറില് പിന്നെ മാൾ ഓഫ് ഖത്തറിലുണ്ട് ഷോറൂം. അത് ഗെയിമിങ്ങിന്റെ ഷോറൂം. പിന്നെ അതല്ലാതെ ബാക്കിയുള്ള ബിസിനസ് ഇപ്പൊ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഒമാനിലുണ്ട്. പിന്നെ അതേപോലെ ഹോസ്പിറ്റൽ മീൻസ് അത് പോളിക്ലിനിക്, പിന്നെ ഫാർമസി ഇതെല്ലാം ഒമാനിലുള്ളതാണ്. മെയിൻ ആയിട്ട് ഗെയിമിങ്ങിന്റെ ഇതിനു മുൻപേ നമ്മള് പിന്നെ എനിക്ക് ഒരു അബുനാബാൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിങ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. അതിനു മുമ്പേ പിന്നെ ചെറിയ കോഫി ഷോപ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഒന്ന് സൈഡാക്കി മെയിനായിട്ട് ഇതിന്റെ തന്നെ ഇനിയിപ്പോ ഹോൾസെയിൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ പിന്നെ നമുക്കതിന് ഒരുപാട് സപ്പോർട്ടീവായിട്ട് പിന്നെ നമ്മളെ ഷെജി വലിയകത്ത് തന്നെ ഖത്തറിലെ നമ്മളെ പിന്നെ പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ എല്ലാം കൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് ഇനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുക. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്നുള്ളത് കഴിഞ്ഞ 2 മാസം മുമ്പ് കാൻഡ ഫെയറിൽ നമ്മള് പിന്നെ ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു 1 ഇയറിൽ നമ്മൾ ഇത് പിന്നെ മൊത്തത്തിൽ നമുക്ക് പിന്നെ അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടീം നമ്മുടെ അടുത്തുണ്ട്. ഇത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെച്ചുകൊടുക്കാതെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മളിപ്പോ ഫാക്ടറി കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ഏകദേശം ഒരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം അജുവായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് 100% ഇതിന്റെ ഹോൾസെയിൽ ഡിവിഷനും കൂടി ഓപ്പൺ ആയിട്ടായിരിക്കും. സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ എത്രയോ വർഷങ്ങളായിട്ട് അജുവിന്റെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നേരിട്ട് കണ്ടതിന്നാണെങ്കിലും അപ്പോ കേരളത്തിൽ ഇനിയിപ്പം പിന്നെ നമ്മള് പിന്നെ കേരളത്തിലെ കൊച്ചിയിലേക്ക് എടുക്കുന്ന പ്ലാൻ ഉണ്ട്. പ്ലസ് പിന്നെ മെട്രോ ടൗൺ മീൻസ് പിന്നെ ബാംഗ്ലൂര്, ഡൽഹി, ഹൈദരാബാദ് ഇങ്ങനെയുള്ള ഈ 3-4 നമ്മുടെ പ്രൊജക്ട്. കാരണം നമുക്ക് നമ്മളെ ബിസിനസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു ശമ്പളം വാങ്ങുന്നവനിക്ക് ഉള്ളതല്ല, ശമ്പളം കൊടുക്കുന്നവരാണ് കൂടുതലും നമ്മളെ കസ്റ്റമേഴ്സ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് പ്രൊഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. കാരണം അതാ ഇതൊക്കെ പിന്നെ എല്ലാ ആൾക്കാർക്കും ഒരു നീഡ്സ് ആയിട്ടുള്ള സാധനം അല്ല ഇത്. പിന്നെ ഇതിന്റെ ഒരു ആഡംബരമാണല്ലോ ഇത്. മിനിമം ഇതെല്ലാം ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് ഈ കളിയിലേക്ക് വരിക. അപ്പൊ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഗെയിമിനോട് ക്രേസ് ഉള്ള ആൾക്കാര് അപ്പൊ എന്തായാലും ഊപ്പർ കോണ്ടാക്ട്. അപ്പൊ അവിടുന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇന്ത്യയിലേക്ക് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഉണ്ട്. അപ്പൊ എന്തായാലും കോണ്ടാക്ട് എന്തായാലും ഊപ്പർ കോണ്ടാക്ട് നമ്പർ ഞാൻ എന്തായാലും താഴെ കൊടുക്കല, നമുക്ക് കൊടുക്കല. നിങ്ങളെ മാനേജറിന്റെ ആദ്യം അങ്ങനെ കൊടുക്കാം. എന്തായാലും കൊടുക്കാം. ഗാമർസോൺ ഒമാനോ, ഗാമർസോൺ ഖത്തർ, ഗാമർസോൺ KSA ഇതേതടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പേജിലേക്ക് പേജ് ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്യാം. ജസ്റ്റ് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് കൊടുക്കാം. ഗെയിമിനോട് ക്രേസ് ഉള്ള എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. قلبي المتيم كلما صلى عليك وسلم ذاق السعادة مغرما يا سيدي يا محمد. قلبي المتيم كلما صلى عليك وسلم ذاق السعادة مغرما يا سيدي يا محمد. مهجتي عشق دفين وبدمعتي زاد الحنين بك اهتدي في كل حين يا سيدي يا محمد.
قلبي المتيم كلما صلى عليك وسلم